വാപ്പിച്ചിയുടെ ഖബറിന് ഉമ്മിച്ചി നട്ട മൈലാഞ്ചി ചെടികൾ തണലാകുന്നു. ഇന്ന് ഞാൻ കണ്ട വാർത്തയുടെ ഒരു ടൈറ്റിലാണ്. കലാഭവൻ നവാസിൻ്റെ മക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണിത്. കലാഭവൻ നവാസ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും സങ്കടപ്പെടുത്തിക്കൊണ്ട് വളരെ പെട്ടെന്ന് കടന്നുപോയ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിനെയും കേരളം ഒരുപാട് നെഞ്ചേറ്റിയ നടന്മാരിൽ ഒരാളായിരുന്നു. പിന്നീടാണ് കലാഭവൻ നവാസ് ഈ രംഗത്തേക്ക് വരികയും യഥാർത്ഥത്തിൽ ആ മനുഷ്യനെക്കുറിച്ച് കൂടുതൽ എല്ലാവരും അറിഞ്ഞത് മരണത്തിന് ശേഷമാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് മലയാളിക്ക്. മരണമെന്നൊരു കാരണം വേണം, മറയ്ക്കാതെ പലതും മറന്നെന്ന് ഭാവിച്ച് മിണ്ടാതിരിക്കുന്നത് പറയാൻ. അത് മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. ഏതായാലും നവാസ് മരണപ്പെട്ടതിന് ശേഷം നവാസിൻ്റെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കഴിവും കലയും ഒക്കെ പറയുകയുണ്ടായി, വിശ്വാസവും ഒക്കെ കുറിക്കുകയുണ്ടായി. ഇപ്പോഴാണ് മക്കളുടെ ഇങ്ങനൊരു കുറിപ്പ് വന്നത്. ആ കുറിപ്പൊന്ന് വായിക്കാം. ഇത് വാപ്പിച്ച് ജൂലൈ 30 രാത്രി 11 മണിക്ക് പാടി ഉമ്മിച്ചിക്ക് അയച്ചു കൊടുത്ത പാട്ട്. ഇതാണ് വാപ്പിച്ച് ഉമ്മിച്ചിക്ക് അവസാനമായിട്ട് അയച്ചു കൊടുത്ത പാട്ട്. വാപ്പിച്ച് പോകുന്നതിന് മുമ്പ് 1 മാസം മുൻപ് ഉമ്മിച്ചി മൈലാഞ്ചി ചെടി മുറിച്ച കമ്പുകൾ ഒരു ചെടിച്ചട്ടിയിൽ നട്ടു. അത് കണ്ടു നിന്ന വാപ്പിച്ചി ഉമ്മിച്ചിയോട് പറഞ്ഞു, നീ ഇത് വേര് പിടിക്കുമ്പോൾ തന്നെ നടരുത്, നല്ല സ്ഥലം നോക്കി വെച്ചാൽ മതിയെന്ന്. വാപ്പിച്ചി പൊയ്ക്കഴിഞ്ഞു. വാപ്പിച്ചിയുടെ ഖബറിൽ നട്ട പൂച്ചെടി പിടിച്ചു. പക്ഷേ കുത്തിയ മൈലാഞ്ചിക്കമ്പ് ഉണങ്ങിത്തുടങ്ങിയെന്ന് ഞങ്ങൾ ഉമ്മിച്ചിയോട് പറഞ്ഞു. അപ്പോഴാണ് വാപ്പിച്ചി സ്ഥലം പറയാമെന്ന് പറഞ്ഞ ഉമ്മിച്ചി നട്ട മൈലാഞ്ചിക്കമ്പുകൾ ഓർത്തത്. ഓഗസ്റ്റ് 8 വാപ്പിച്ചിയുടെ ഖബറിൽ നടാൻ ഉമ്മിച്ചിയുടെ സഹോദരിയുടെ ഭർത്താവിൻ്റെ കയ്യിൽ ആ മൈലാഞ്ചി തൈകൾ നടാൻ കൊടുത്തുവിട്ടു. അത് നന്നായി പിടിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മിച്ചിക്ക് തണലായിരുന്നു വാപ്പിച്ചി. ആ വാപ്പിച്ചിയുടെ ഖബറിന് ഉമ്മിച്ചി നട്ട മൈലാഞ്ചി തടികൾ തണലാവുന്നു. എന്തൊരു മനസ്സായിരിക്കുമല്ലേ വാപ്പിച്ചിയുടെയും ഉമ്മിച്ചിയുടെയും. പടച്ചവൻ എല്ലാം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഇതാണ് കുറിപ്പ്. കാവ്യാത്മകമാണ്, ഭാവനാത്മകമാണ്, ഇതൊക്കെയാണ്. ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ മനുഷ്യൻ്റെ വികാരങ്ങളെയും മനുഷ്യൻ്റെ പ്രവൃത്തിയെയും ഒക്കെ ആ കാവ്യാത്മകവും ഭാവനാത്മകവും ആക്കുന്നതിലൂടെ ആ ആത്മാർത്ഥതയുടെ തലത്തെ ഒരു കൃത്രിമ ഭാവം വിഴുങ്ങുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ, ഒരു വൈരുദ്ധ്യം ഉണ്ടാകുന്നതിന് കാരണമായി തീരും. ഈ മക്കൾ തന്നെ ആയിരിക്കണം ഇത് എഴുതുന്നതെന്നൊന്നുമില്ല, എനിക്കറിയില്ല. ഇനി ആരാണ് എഴുതിയാലും ആരാണ് പോസ്റ്റ് ചെയ്താലും യഥാർത്ഥത്തിൽ ഈ പറയുന്ന പിതാവ് മരണപ്പെട്ടു, മക്കളുണ്ട്, ഉമ്മയുണ്ട്. ഖബറിൽ തണലാകുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം തന്നെ ചെയ്ത നന്മകൾ, അദ്ദേഹം തന്നെ ചെയ്ത പ്രായശ്ചിത്തങ്ങൾ, അദ്ദേഹം തന്നെ നിർവഹിച്ച അനുഷ്ഠാനങ്ങൾ, ആരാധനകൾ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഖബറിൽ തണലാവും. പിന്നെയുള്ളത് മക്കളും ജീവിച്ചിരിക്കുന്നവരുമൊക്കെ ചെയ്യുന്ന നല്ല സേവനങ്ങൾ, പിന്നെ അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകൾ. അതിൻ്റെ മുകളിലുള്ള മൈലാഞ്ചി തയ്യോ അതിൻ്റെ മുകളിലുള്ള വൃക്ഷങ്ങളോ അതിൻ്റെ മുകളിൽ നമ്മൾ കെട്ടിപ്പൊക്കി വെക്കുന്നതോ ഒന്നുമല്ല തണൽ. എന്ന് മാത്രമല്ല, എല്ലാം കാലങ്ങളാകുമ്പോൾ ഇതെല്ലാം അപ്രസക്തവും അല്ലെങ്കിൽ കാലഹരണപ്പെടുന്നതും ഒക്കെയാണ്. അത് പിന്നെ ഉടയതമ്പുരാൻ്റെ റെക്കോർഡിൽ മാത്രമേ ഉള്ളൂ ഈ പേരുകൾ പോലും. വാപ്പാട ഖബർ എവിടാന്ന് ചോദിച്ചാൽ അത് പറയാനിപ്പോൾ വാപ്പയില്ല, ഉണ്ടെങ്കിലാണ് അതിൻ്റെ വാപ്പാട ഖബർ എവിടാന്ന് പറയാൻ പറ്റുക. അതുപോലെ നമ്മുടെയൊക്കെ അസ്തിത്വവും നമ്മുടെയൊക്കെ ഖബറിടവും ഒക്കെ മറയ്ക്കപ്പെടേണ്ടതും മായ്ക്കപ്പെടുന്നതുമാണ്. വളരെ ഒറ്റപ്പെട്ട രീതിയിലെങ്ങാണം ചിലതൊക്കെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ പോലും പ്രസക്തി ആ സംരക്ഷിക്കപ്പെടുന്ന അതിന് ഇല്ല എന്നതാണ് അതിൻ്റെ ഒരു സവിശേഷതയും. അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. നമ്മൾ ഈ വിസിലൂതി ഇറങ്ങുന്ന കളിക്കളത്തിൽ പിന്നീട് ആ കളിക്കളത്തിൽ പോയിരിക്കുന്ന കാഴ്ചക്കാരനെ പോലെ ശൂന്യമാണ് ആ മൈതാനം. ഇന്നലെ തീർന്നു ആ കളി, അവസാന വിസിലടിച്ച് കടന്നുപോയി. അപ്പം ഞാനിത് പറഞ്ഞത് ഇന്നത്തെ കാവ്യാത്മകമായ കാലത്ത് രസകരമായൊരു ചിന്ത രാവിലെ ഞാനൊരിടത്ത് പ്രസംഗിച്ചപ്പോൾ പങ്കുവച്ചു. എന്നെ ചെറുപ്പത്തിൽ പട്ടി കടിച്ചതാണ്. തൂർത്തെടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പട്ടി കടിക്കുന്നത്. ചെറുതായിരുന്നു, വളരെ ചെറുതായിരുന്നു. ഒരു 3ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴാണ്. ഒരു പട്ടി വന്ന് തൂർത്തങ്ങ് ഊരിക്കൊണ്ടുപോയി, മറ്റൊരു പട്ടി കടിച്ചു. പട്ടി കടിച്ചു എന്നേ പറയുന്നുള്ളൂ. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ആ പട്ടി കടിച്ചത് പോലും ഒരു പോസ്റ്റാണ്. പൂക്കളുടെ മനോഹരമായ നിമിഷങ്ങൾ ഞാനിങ്ങനെ സല്ലപിച്ച് പൂമ്പാറ്റയോട് കിന്നാരം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് എവിടെ നിന്നോ കാറ്റമിതമായി എന്നിലേക്ക് വീശുന്നതായി തോന്നിയത്. നിമിഷങ്ങൾക്കകം എന്നെ വല്ലാണ്ട് പിടിച്ചു കുലുക്കുന്ന ഒരു ചെറിയ നൊമ്പരം പോലെ എന്നൊക്കെ പറഞ്ഞുള്ള എഴുത്താണ് ഈ പട്ടി കടിച്ചു എന്നുള്ളത് പറയാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ എനിക്കറിയില്ല ഈ മക്കളെ, അല്ലെങ്കിൽ അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഒപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നന്മയിൽ തുടരുക, ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ ഏറ്റെടുക്കുക. ഉപ്പയ്ക്ക് എന്തൊക്കെ നന്മയുണ്ടായിരുന്നോ ആ നന്മകളെ കൂടുതൽ ശക്തിയോടെ ഹൃദയത്തിൽ പകർത്തുക. എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടായിരുന്നെങ്കിൽ അറിയില്ല, അത് ഒഴിവാക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക.
പ്രാർത്ഥിക്കുക, ഉപ്പയ്ക്ക് വേണ്ടിയും ഉപ്പയുടെ ഉപ്പയ്ക്ക് വേണ്ടിയും ഒക്കെ. മൈലാഞ്ചി ചെടികളുടെ കഥകളും മൈലാഞ്ചി തണലുമൊന്നും ഭാവനകൾക്കപ്പുറത്ത് വേറൊരു തണലും വിരിക്കുന്നതല്ല എന്നുകൂടി ഓർത്തിരിക്കുക. അവരോട് മാത്രമല്ല, പലരോടും ഞാൻ പറയാനുള്ളത് ഇത് തന്നെയാണ്. പലരും വാപ്പയും ഉപ്പയും അമ്മയും ഒക്കെ മരിച്ചു കഴിഞ്ഞിട്ട് അതിനെ കാൽപ്പനികമായി കണ്ടുകൊണ്ടിരിക്കുക. അതിൽ കാൽപ്പനികതയൊന്നുമില്ല, കാര്യം മാത്രമേ ഉള്ളൂ. കാരണം മരണം കാര്യമാണ്, അധികം കാൽപ്പനികതയൊന്നും ഇല്ലാത്ത യാഥാർത്ഥ്യമാണ്, വേദനയാണ്, നഷ്ടമാണ്, ശൂന്യതയാണ്. പരിഹാരം പ്രാർത്ഥനയാണ്, നന്മയാണ്. അതുമാത്രമാണ്, അതിന് വേറെ കാൽപ്പനികത അധികമില്ല ആ ഭാവത്തിന്. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കബറിടം, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കബറിടവുമൊക്കെ പടച്ച തമ്പുരാൻ വിശാലമാക്കട്ടെ.